ഒരു പുതുമുഖ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഐഡിയലിനെ വെച്ച് ഒരു സിനിമ ഉണ്ടാക്കുന്നു. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു അവസരം കിട്ടാതെ മറ്റൊരു സിനിമ ചെയ്ത് ഗംഭീര വിജയമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയലിന്റെ കഥാപാത്രങ്ങൾ ചെയ്ത പല സിനിമകളുടെയും റെഫറൻസുകൾ ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചാലോ? അങ്ങനെ ഒന്ന് നമ്മൾ കണ്ടത് അടുത്തിടെ ഒരു ചിത്രത്തിലായിരുന്നു. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ചില സിനിമകളുടെ റെഫറൻസുകളും സിനിമകളെക്കുറിച്ച് പറയുന്നതും ഒക്കെ ആരാധകർക്ക് നന്നെ കോരിത്തെരിപ്പിക്കുന്ന കാര്യമായി മാറി. ഇന്നിതാ ആ ജിത്തു മാധവൻ ലാലേട്ടനുമായി ഒന്നിച്ചാലോ? അങ്ങനെ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും സിനിമാ പ്രേമികളെ ആവേശത്തിൽ ആഴ്ത്തുകയും ചെയ്ത ചിത്രമായിരുന്നു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടി 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ജിത്തു മാധവന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം നടൻ മോഹൻലാലുമായി ജിത്തു മാധവൻ ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനെപ്പറ്റി ഔദ്യോഗിക വാർത്തകളൊന്നും വന്നിട്ടില്ല. ആവേശത്തിന് ശേഷം ജിത്തു മാധവനുമായി ഒന്നിക്കുമ്പോൾ ഒരു പക്ക എന്റർടൈനർ ആണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നത്. മോഹൻലാലിന്റെ വെർഷനിലുള്ള ഒരു കോമഡി ആക്ഷൻ എന്റർടൈനർ, മോഹൻലാലിന്റെ വെർഷനിലുള്ള ഒരു രംഗണ്ണൻ എന്നതൊക്കെ ആരാധകർ പറഞ്ഞു വെക്കുന്നു. മോഹൻലാലുമായി ഒരു ഡിസ്കഷൻ നടന്നിരിക്കുകയാണ്. ജിത്തു മാധവനുമായി ഒരു കഥ ഡിസ്കസ് ചെയ്തു. അതിന് മോഹൻലാൽ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു. വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ആശീർവാദ് സിനിമാസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ജിത്തു മാധവൻ മോഹൻലാലിനെ സമീപിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. മോഹൻലാലിനെ ഡയറക്ട് ചെയ്യാൻ അദ്ദേഹം ഒരുങ്ങാൻ പോകുന്നു. നിരവധി പ്രതീക്ഷകളുള്ള സിനിമകളാണ് ഇനി മോഹൻലാലിന്റേതായി പുറത്തിറങ്ങാനുള്ളത്. അതിലേക്ക് ഒന്നുകൂടി ആവേശത്തോടെ തന്നെ എത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ വെർഷനിലെ ഒരു രംഗണ്ണനൊക്കെ വന്നാൽ എന്തായിരിക്കും? ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനവും ഒരു ഗംഭീര ചിത്രവും പ്രേക്ഷകർക്ക് ലഭിക്കുകയാണ്. മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബറോസ് ഡിസംബർ 25-ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പുറത്തിറങ്ങിയ അതേ ദിവസം തന്നെയാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ബറോസിന്റെ 3D ട്രെയിലർ തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയിരുന്നു. സൂര്യ ചിത്രം ഗംഗുവിന്റെ ഇടവേളയിലാണ് ബറോസിന്റെ 3D ട്രെയിലർ പ്രദർശിപ്പിച്ചത്. വലിയ വരവേൽപ്പ് തന്നെ ട്രെയിലറിന് ലഭിച്ചിട്ടുണ്ട്. അതിഗംഭീരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ബറോസ് എന്ന ഈ ട്രെയിലർ ഉറപ്പു നൽകുന്നതെന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞു. കൂടാതെ എമ്പുരാനും തുടരും തുടങ്ങിയ സിനിമകളും മോഹൻലാലിനായി വരികയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ഗംഭീര സിനിമകൾ പല പുതുമുഖ സംവിധായകരും ഒരുക്കാനായി വരുന്നു. അതിലേക്ക് ഒരു ന്യൂ എൻട്രി കൂടിയാണ് ജിത്തു മാധവന്റെ മോഹൻലാൽ സിനിമ. എന്തായാലും അണിയറയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നത് ഉറപ്പിക്കാം. കാരണം പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളാണ് ഈ സിനിമയുടെ വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഫാമിലി ഡ്രാമ ചിത്രമായ തുടരുമാണ് ഇനി പുറത്തിറങ്ങാനുള്ള മറ്റൊരു മോഹൻലാൽ സിനിമ. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാനിൽ വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്. ഒന്നിൽ ഒരു ഡോൺ, മറ്റൊന്നിൽ ഒരു ടാക്സി ഡ്രൈവറായ സാധാരണക്കാരൻ, മറ്റൊന്നിൽ ഫാന്റസി ഗണത്തിൽ വരുന്ന ഒരു 3D ചിത്രത്തിൽ ഒരു ഭൂതത്തിന്റെ കഥാപാത്രവുമായി ബറോസ്. ഇപ്പോഴത്തെ ആ ലൈനപ്പിലേക്ക് മറ്റൊരു വ്യത്യസ്തമായ വേഷം, രംഗണ്ണനെ പോലെ ഒരു കോമഡി ഗാങ്സ്റ്ററായി എത്തിയാലോ മോഹൻലാൽ എന്നതാണ് ജിത്തു മാധവൻ മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഇത് പ്രേക്ഷകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയും ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു. ഉടൻ തന്നെ ഒരു പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം.